ഇന്നൊരു ചിക്കൻ കറിയാണ് ട്രൈ ചെയ്യാൻ പോണത്. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ ബോൺലെസ് ചിക്കനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ആവശ്യത്തിന് തൈരും പുളിക്ക് വേണ്ടി അല്പം നാരങ്ങാ നീരും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഈ സവോള നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴണ്ടി വരാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ കൂട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. വാടി വന്ന സവാളയിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വെള്ളം മസാലയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ വേകാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ വേവുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.